നൊയമ്പുകാലം 1-ാം വാരം ശനി. തിരുവചനം: സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. മലയിലെ പ്രസംഗത്തിൽ യേശു ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യത്വം ആഗ്രഹിക്കുന്നവരോട് യേശു പറയുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ക്ഷമിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള കാഴ്ചപ്പാട്. മെക്സിക്കൻ ആർക്കിടെക്റ്റായ ബോസ്കോ ഗുറ്ററൻസിനെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി 9 മാസം പീഡിപ്പിക്കുകയുണ്ടായി. ഇരുട്ടറയിലെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഒറ്റപ്പെട്ടപ്പോൾ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ സാധിച്ചു. പ്രാർത്ഥനാ ജീവിതത്തിൽ കൃത്യത പാലിച്ചപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാനസികമായ പീഡനം മുറിവായി മാറിയപ്പോൾ അവ യേശുവിൻ്റെ മുറിവുകളോട് ചേർത്ത് സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചാൽ അത് മാനസികമായ പീഡനമാകും. എന്നാൽ എല്ലാവരോടും ക്ഷമിച്ചപ്പോൾ ആത്മീയമായ സ്വാതന്ത്ര്യം അദ്ദേഹം അനുഭവിച്ചു. തടവറയിൽ അടച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അദ്ദേഹത്തിന് തടവറ തുറന്നു തന്നു. ആർക്കിടെക്ട് ബോസ്കോയെ പോലെ ഒഴുക്കിന് എതിരെ നീന്തുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.